സാർ ഈ നടുവേദന ഉള്ളവർ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് നടുവേദന എന്നുകൊണ്ട് നിലത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന സ്ഥലത്തൊക്കെ. അതായത് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെഡ് അല്ലെങ്കിൽ പില്ലോ ഒക്കെ സജസ്റ്റീവ് ആണോ? ആക്ച്വലി നടുവേദന ഉണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും പലകയിൽ കിടക്കണം, ആ അതെ. ഇലയിൽ കിടക്കണം, നിലത്ത് കിടക്കണം, തറയിൽ കിടക്കണം. ഇതൊക്കെയാണ് ഒരു പണ്ടത്തെ കാലത്തെ ഒരു ഇത് നടുവേദനയായിട്ട് യാതൊരുവിധ കുറയ്ക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ. ഐഡിയൽ ബെഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ഫോം അല്ലെങ്കിൽ സെമി ഫോം ബെഡാണ് ബെഡിന്റെ ടോപ്പ് നല്ലത്. അതായത് ഭയങ്കര ഹാർഡ് ആവാൻ പാടില്ല, എന്നാൽ സ്പ്രിംഗ് ബെഡ് ആവാനും പാടില്ല. ഓക്കെ. അതായത് നമ്മൾ പറയാ മോൾ ഭാഗത്തൊരു 6 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ തിക്നെസ് ഫോമോ അല്ലെങ്കിൽ സെമി ഫോം മെറ്റീരിയൽ ആണെങ്കിൽ അത് മതി. പിന്നെ പില്ലോ, ചില ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട് 2 പില്ലോ വെച്ച് കിടക്കുക, അതിൽ കിടന്ന് മൊബൈൽ നോക്കുക, അല്ലെങ്കിൽ പില്ലോ വെക്കുക. ചില ആൾക്കാർ പില്ലോ വെക്കുക, നെക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് പില്ലോ വെക്കാതെ കിടക്കും. ഐഡിയലി പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ഏത് ടൈപ്പിൽ കിടക്കുന്നതനുസരിച്ചാണ്. മലർന്ന് കിടക്കുന്ന ആൾക്കാണെങ്കിൽ ചെറിയ പില്ലോ മതി. കൂടുതലായിട്ട് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മുടെ ഷോൾഡറിന്റെയും ഹെഡിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ കഴുത്ത് ഇങ്ങനെ തൂങ്ങി പ്രോപ്പറായിട്ട് നമ്മുടെ സ്പൈനിന്റെ അലൈൻമെന്റ് വേണമെങ്കിൽ ഈ ഹൈറ്റ് കവർ ചെയ്യണം. അപ്പോൾ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് പില്ലോ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. നേരെ മലർന്ന് കിടക്കുന്ന ആൾക്കാർക്ക് പില്ലോ ഭയങ്കര ചെറുതായി രണ്ട് ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു മീഡിയം തിക്നെസ് പില്ലോ മതി. ഇപ്പോൾ സർവൈക്കൽ പില്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് രണ്ടും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. നേരെ കിടക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, സൈഡിലേക്ക് കിടക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് സ്പൈനിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുക എന്നുള്ളതാണ് ബെഡിൻ്റെ ആയാലും പില്ലോൻ്റെ ആയാലും ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഗതി.